നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ഡിസ്കഷൻ്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ, അത് അനുഭവ തലത്തിൽ കൊണ്ടുവരാൻ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നു. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ്റെ പരാവിദ്യ എന്നുള്ള ഭാഗം, സബ്ജക്റ്റീവ്. എഡ്യൂക്കേഷൻ്റെ പർപ്പസ് നമ്മുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ഉയർത്തുക, കൂടുതൽ പെർഫെക്ഷനിലേക്ക് ഉയർത്തുക, കൂടുതൽ സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മളെ എക്സ്പാൻഡ് ചെയ്യുക, കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യുക, കമ്പാഷനേറ്റ് ആക്കുക, സെൽഫ്ലെസ് ആക്കുക. എഡ്യൂക്കേഷൻ്റെ പർപ്പസ് തന്നെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആന്തരികമായിട്ടുള്ള ഈ പരാവിദ്യയിലെ പ്രത്യാഹാരം എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഹാരം എന്നുള്ള ആ പദം കേൾക്കുമ്പോൾ ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. യഥാർത്ഥത്തിൽ ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന എല്ലാ ഇൻപുട്സും, ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാ ഇൻപുട്സും, അതെല്ലാം ആഹാരം തന്നെയാണ്. കണ്ണുകളിലൂടെ കാണുന്ന കാഴ്ചകൾ, നമ്മൾ ശ്വസിക്കുന്ന, സ്മെല്ല് ചെയ്യുന്ന ഗന്ധങ്ങൾ, ടേസ്റ്റുകൾ, സ്പർശിക്കുമ്പോൾ അനുഭവങ്ങൾ, കാതിലൂടെ കേൾക്കുന്ന കാര്യം, ഇതെല്ലാം ആഹാരമാണ്. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹം ആശ്രിതഃ പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെ
എല്ലാം ദഹിപ്പിക്കുന്നത് വൈശ്വാനർ എന്നുള്ള ഭാവത്തിൽ ഞാനാണ്. ഞാൻ എന്നുള്ള ഈ ഭാവം ഉള്ളിൽ, അതാണ് സിംഗുലാരിറ്റി, ആ ലൈഫ് ഫോഴ്സ്. അതില്ലെങ്കിൽ ഈ ആഹാരങ്ങൾക്കൊന്നും ദഹിക്കാൻ സാധിക്കില്ല. ജീവനില്ലാത്ത ഒരു ബോഡിക്ക് ഭക്ഷണം കൊടുത്താൽ അത് ദഹിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആഹാരങ്ങൾ ഉപയോഗിക്കുന്നത് ഉള്ളിലുള്ള ആ ലൈഫ് ഫോഴ്സ് ആണ്. അതിനെ നമ്മൾ സോൾ എന്ന് വിളിക്കുന്നു. അതാണ് ഈ ഞാൻ എന്നുള്ള അഹം ഭാവം. അഹം ആത്മാ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ശരീരത്തിന് എവിടുന്നാണ് ആഹാരം ലഭിക്കുന്നത്? പുറമേ നിന്നുള്ള ഭക്ഷണത്തിനാണ്. പുറമേ നിന്നും അതിന് ശരീരം നിലനിർത്താനുള്ള ഇൻഗ്രീഡിയൻസ് ലഭിക്കുന്നു. പക്ഷെ ശരിക്കും ശരീരം നിലനിൽക്കുന്നത് ഈ ലൈഫ് ഫോഴ്സ് കാരണം. യഥാർത്ഥത്തിലുള്ള ആഹാരം വരുന്നത് മുകളിൽ നിന്നാണ്. നമ്മുടെ ജീവന് തന്നെ ഒരു ശക്തിയുണ്ട്. അത് ഈ കാലയളവ് കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരം വിടാൻ നമ്മളോട് പറയുന്നു, നമ്മൾ വിട്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഞാനെന്നുള്ള ഭാവത്തിന്, ലൈഫ് ഫോഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വിൽ ഉണ്ട് പുറകിൽ. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അവിടെ നിന്നാണ് നമുക്ക് ആഹാരം വരുന്നത്. അതാണ് ശരിക്കും ഉയർന്ന തരത്തിലുള്ള ആഹാരം. അതിനെയാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പ്രാണാഹുതി, പ്രാണസ്യ പ്രാണൻ എന്നെല്ലാം പറയും. സഹജമാർഗത്തിൽ മാസ്റ്റർ നൽകുന്ന ഈ ട്രാൻസ്മിഷൻ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ഈ ഫ്ലോ, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈ പ്രാണന്റെ ഫ്ലോ, കേനോപനിഷത്തിൽ അതിനെ കൂടുതൽ നിർവചിക്കുന്നുണ്ട്. കേനോപനിഷത്ത് എന്നുള്ള ഉപനിഷത്തുണ്ട്. വളരെ ചെറിയ ഉപനിഷത്താണ്, പക്ഷേ വായിക്കേണ്ടതാണ്. എന്തിൻ്റെ പ്രേരണയിലാണ് ഞാൻ ശ്വസിക്കുന്നത്, ഞാൻ കാണുന്നത്, കേൾക്കുന്നത്? ആരാണ് എൻ്റെ ഈ ആഹാരങ്ങളെല്ലാം ദഹിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം. അപ്പോൾ അവിടെ ഒരു പുറകിൽ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം, വളരെ സിമ്പിളായിട്ട് ചോദ്യമാണ്. താരങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട് എന്നൊക്കെ കുട്ടികൾ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഭൂഗോളം ഇങ്ങനെ തിരിയുന്നത്? അതുപോലെ എന്നെ കൊണ്ട് ഈ ചെയ്യിപ്പിക്കുന്നത് ആരാണ്? അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കുള്ള ആ ഫ്ലോ, അത് നമുക്ക് ശരിക്കും ലഭിക്കുകയാണെങ്കിൽ, അത് പ്യൂരിഫൈഡ് ആയിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ, നമുക്ക് മറ്റുള്ള ആഹാരങ്ങൾ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ആ ഫ്ലോയിലേക്ക് കണക്ഷൻ ലഭിക്കാതെ നമ്മുടെ തന്നെ ഇംപ്രഷൻസ്, സംസ്കാരങ്ങൾ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പേഴ്സണാലിറ്റീസ്, ആ പേഴ്സണാലിറ്റീസാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതും തോന്നിപ്പിക്കുന്നതും. സാധാരണ ഏതെങ്കിലും ഒരു കാഴ്ച കാണണമെന്ന് നമ്മളെ പ്രേരിപ്പിക്കും, നമ്മളെ കാഴ്ചയുടെ പുറകെ പോകും. ഏതെങ്കിലും ഒരു ഗന്ധം നമുക്ക് ലഭിക്കണം എന്ന് തോന്നുന്നു, ആ ഗന്ധത്തിൻ്റെ പുറകെ പോകും. അപ്പം ഇന്ദ്രിയങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നു ഈ പേഴ്സണാലിറ്റീസ്. ശരിക്കും ഇന്ദ്രിയങ്ങൾ കാറിൻ്റെ ഹെഡ്ലൈറ്റ്സ് പോലെയാണ് എന്ന് സഹജമാർഗ്ഗത്തിൽ മാസ്റ്ററായിട്ടുള്ള ചാരിജി മഹാരാജ് പറയുന്നത്. കാറ് പോകുമ്പോൾ എവിടെയാണ് ബ്ലോക്ക്, ഏതാണ് വഴിയെന്ന് കാണിച്ചു തരും. അതാണ് ഇന്ദ്രിയങ്ങളുടെ റോള്. അതിന് വിപരീതമായിട്ട് ഈ ഹെഡ്ലൈറ്റ് തന്നെ കാറിനെ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യം വെച്ചു, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക്, ഈ ലൈറ്റിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, തെറ്റായിട്ടുള്ള വഴി കൂടെ കൊണ്ടുപോകാം. അങ്ങനെയുള്ള ജീവിതത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ ലീഡ് ചെയ്യുന്നു. എന്തുകൊണ്ട്? നമ്മുടെ പേഴ്സണാലിറ്റീസ്, ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ തരത്തിലുള്ള പേഴ്സണാലിറ്റീസ്, അതിനാണ് നമ്മൾ അജ്ഞാനം എന്ന് പറയുന്നത്. അത് ഇന്ദ്രിയങ്ങളിലും അന്ധകരണത്തിലുമെല്ലാം ബുദ്ധിയിലുമെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഈ പേഴ്സണാലിറ്റീസ് പ്യൂരിഫൈ ചെയ്യപ്പെടാതെ ശരിക്കുള്ള നിർദ്ദേശം നമുക്ക് ലഭിക്കില്ല. ശരിക്കുള്ള പ്രാണസ്യ പ്രാണൻ നമുക്ക് കിട്ടില്ല. പൂർണ്ണമായിട്ടുള്ള അറിവ്, ജീവിതത്തിൻ്റെ ജീവജലം എന്ന് ജീസസ് ക്രൈസ്റ്റ് പറയുന്നു, അക്വാവിറ്റി ഓഫ് ലൈഫ്, എല്ലാ ജ്ഞാനവും അടങ്ങി നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വരുന്ന ആ പ്യൂർ നോളജ്, വേദം, ആ ലൈഫ്, ആ ലൈഫിന് അറിയാം നമുക്ക് എന്താണ് വേണ്ടത്. ഈ ലൈഫ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ ജനിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ശരീരം എങ്ങനെ പോകണം, നമ്മൾ ശരീരം വിട്ടു പോകുമ്പോൾ അത് അതിൻ്റെ പ്രവൃത്തി കഴിഞ്ഞ് പോകുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ എന്നുള്ളത് ആ ഉള്ളിലുള്ള ലൈഫ് ഫോഴ്സാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും, ആരുടെ മകനാണ് അല്ലെങ്കിൽ ആരുടെ മകളാണ് ആയിട്ട് ജനിക്കണമെന്ന് നാം തീരുമാനിച്ചതല്ല. ഈ ശരീരം വളർന്നു വരുമ്പോൾ ഇന്ന വലിപ്പം വരെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇന്ന സമയത്ത് മരിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഹയർ ഇൻ്റലിജൻസ് ഉള്ളിലുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നു, നമ്മുടെ ഹാർട്ടിനെ മിടിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ അതിനറിയാം
അപ്പം ആ ഒരു പൂർണ്ണമായിട്ട് ജ്ഞാനത്തിലേക്ക് ഈ അഹം എന്നുള്ള ഭാവം കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലൈഫിൻ്റെ ഡയറക്ഷൻ തന്നെ മാറും. ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ഡയറക്ഷനിൽ പ്രവർത്തിക്കാൻ സാധിക്കും. കാണേണ്ട കാഴ്ചകൾ കാണും, കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പോൾ അതിലേക്കുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് ചെയ്യേണ്ടി വരുന്നു ശരിക്കും ഇപ്പോൾ സാധാരണ ജീവിതത്തിൽ. പക്ഷെ സഹജമാർഗം നമ്മളെ സഹായിക്കുന്നു, നമ്മളെ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിലേക്ക് കണക്ട് ചെയ്യണം. അതിന് ഇതാണ് ഇൻട്രോഡക്ടറി സെറ്റിങ്സ് എന്ന് പറയുന്നത്. താഴെ നിന്നും നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആലോചിച്ചു, കാഴ്ചകൾ ഇന്ന കാഴ്ച എനിക്ക് കാണണ്ട, ഇന്ന ശബ്ദങ്ങൾ എനിക്ക് കേൾക്കണ്ട, സാധിക്കില്ല. ഇപ്പോൾ ഡ്രഗ് അഡിക്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ കുട്ടികളോട് ഡ്രഗ്സ് എടുക്കണ്ട, ആൽക്കഹോൾ ഉപയോഗിക്കണ്ട എന്ന് പറയുമ്പോൾ അതിനോട് കൂടുതൽ താല്പര്യം വരും. നമ്മൾ റോട്ടിലൊക്കെ സയൻസ് ഉണ്ട്, ഇവിടെ മൂത്രം ഒഴിക്കരുത്, ഇവിടെ മലമൂത്ര വിസർജനം നടത്തരുത്, ഇവിടെ വേസ്റ്റ് ഇടരുത്. അതിൻ്റെ കറക്റ്റ് താഴെ ആൾക്കാർ കൊണ്ട് ഇടും. കാരണം നമുക്കൊരു പ്രേരണയാണ്. എന്തിനാണോ നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനൊരു പ്രേരണ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് താഴെ നമുക്ക് ഇന്ദ്രിയങ്ങൾ മാത്രം റെഗുലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. മധുരപലഹാരങ്ങൾ ഇഷ്ടമുള്ള ഒരാൾക്ക് മധുരപലഹാരങ്ങൾ കഴിക്കാൻ തോന്നും. സെക്ഷുവൽ ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പല ഋഷിമാരും കാട്ടിലൊക്കെ പോയിട്ട് തപസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടില്ല, ആയിരക്കണക്കിന് കൊല്ലം. സഹജമാർ ഹാർട്ട് പ്രോസസ് ഇതിനൊക്കെ സിംപ്ലിഫൈ ചെയ്യുന്നു. ആദ്യം തന്നെ നമുക്ക് തരുന്നത് പൂർണ്ണമായിട്ട് നോളജിലേക്കുള്ള കണക്ഷനാണ്. അതാണ് ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കുള്ള ആഹാരം, എല്ലാ കാര്യങ്ങൾക്കും ആഹാരം നൽകുന്ന പ്രാണന് തന്നെയുള്ള ആഹാരത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഡയറക്ഷനിൽ ജീവിക്കാൻ നമ്മളെ അത് പറയണം. പിന്നെയുള്ള നമ്മുടെ സാധന എന്ന് പറയുന്നത്, സഹജമാർഗത്തിൻ്റെ സാധന എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ആ വരുന്ന ഫ്ലോനെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ഇതാണ് സഹജമാർഗ സാധനത്തെ മറ്റുള്ള സിസ്റ്റത്തിന് വ്യത്യസ്തമാക്കണം. അപ്പോൾ നമ്മൾ ശുദ്ധീകരിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, സത്സംഗങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ആ ഒറിജിനൽ കണക്ഷൻ നിലനിർത്തിയിട്ട്, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നിലനിർത്തിയിട്ട് ജീവിതത്തിൽ ക്രമേണ ആ ഒറിജിനൽ ആഹാരത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുക. ആ ഒറിജിനൽ ആഹാരത്തിൽ ജീവിക്കാൻ പറ്റിയ എന്തായിരിക്കും? നമ്മുടെ ഉള്ളിൽ അമരത്വ ബോധം നാച്ചുറലായിട്ട്, മൃത്യോർമ്മ അമൃതം ഗമയ എന്ന് പറയുമ്പോൾ നമ്മൾ മരിക്കുമെന്ന് തോന്നലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മരിക്കുന്നത്. ശരിക്കും മരിക്കും എന്നുള്ള ചിന്ത തന്നെ ഇല്ലാണ്ടിരിക്കും. അമരത്വ ബോധം വന്നു കഴിഞ്ഞാൽ ശരീരം മാറുന്നു, ഡ്രസ്സ് മാറുന്ന പോലെ ശരീരം മാറുന്നു, നമുക്ക് പേടിയുണ്ടാവില്ല. അതുമാതിരി അസത്യം പറയാൻ പറ്റില്ല. അസതോമാ സത്യമേ, സത്യം നമ്മുടെ സ്വഭാവമായിട്ട് മാറും. അപ്പോൾ ഈ തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ വരുന്നത് ശരിക്കുള്ള ആഹാരമായിട്ടുള്ള പ്രാണനിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ പ്രത്യാഹാരം എന്നുള്ള അഷ്ടാംഗ യോഗ പദ്ധതിയിലെ ഈ ഒരു ഭാഗം വളരെ വളരെ ലളിതമായിട്ട് മാറും. അപ്പോൾ ഇത് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഇന്ദ്രിയങ്ങളെ നമ്മൾ ആമകാലുകൾ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്നതാണ്. യഥാസംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. എങ്ങനെയാണ് ഒരാളുടെ പ്രജ്ഞ പ്രതിഷ്ഠിതമാണ് മനസ്സിലാകുന്നത്? അയാളുടെ ഇന്ദ്രിയങ്ങളായിട്ട് വേണ്ട സമയത്ത് ഉപയോഗിക്കുന്നത്. ആമ കാലുകൾ പുറത്തേക്ക് ഇടുന്നു, ഉള്ളിലേക്ക് ഇടുന്നു, ആവശ്യമുള്ളപ്പോൾ പുറത്തേക്ക് ഇടുന്നു, ആവശ്യം നിർവഹിച്ചതിന് ശേഷം അതേപോലെ തന്നെ വിഡ്രോ ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഇന്ദ്രിയങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുക, പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക, 100% ഉപയോഗിക്കുക, 100% വിഡ്രോ ചെയ്യുക. അപ്പം ശരിക്കും ഒരു സ്പിരിച്വൽ സീക്കറെ പോലെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാൻ സാധാരണ ഒരു വ്യക്തിക്ക് പറ്റില്ല. കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഇൻട്രോസ്പെക്റ്റ് ചെയ്യൂ. നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.